പാലക്കാട് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സഹകരണ ബാങ്കിൽ സ്ഥാനക്കയറ്റത്തിന് ശ്രമിച്ച യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്തു. യൂത്ത് ലീഗ് സംസ്ഥാന നേതാവ് ഗഫൂർ കോൽക്കളത്തിൽ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഷീദ് എന്നിവർക്കെതിരെയാണ് നാട്ടുകൽ പോലീസിൽ നടപടി. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അരിയൂർ സഹകരണ ബാങ്കിൽ സ്ഥാനക്കയറ്റത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ സഹകരണ ബാങ്കിൽ അനധികൃതമായി സ്ഥാനക്കയറ്റത്തിന് ശ്രമിച്ചു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റിലൂടെ എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ഇതിനോട് പ്രതികരിക്കുന്നത്? സ്മൃതി, പാലക്കാട് മണ്ണാർക്കാട് സമീപമുള്ള അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗഫൂർ കോൽക്കളത്തിലും അതുപോലെ തന്നെ നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ റഷീദ് ഇവർ ഈ ബാങ്കിലെ ജോലിയുടെ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി ഒരു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാറും നൽകിയിട്ടുള്ള പരാതിയിലാണ് ഗഫൂർ കോൽക്കളത്തിനെതിരെയും അതുപോലെ തന്നെ അബ്ദുൾ റഷീദിനെതിരെയും ഇപ്പോൾ നാട്ടുകൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ പോയി ബീഹാറിലെ ഒരു സർവകലാശാലയുടെ പേരിൽ ഇത്തരത്തിൽ വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനക്കയറ്റത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇരുവർക്കുമെതിരായിട്ടുള്ള പരാതി എന്ന് പറയുന്നത്. ഏതായാലും നാട്ടുകൽ പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഈ ഗഫൂർ കോൽക്കളത്തിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നേടിയ ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയപ്പോൾ താൻ തന്നെ ബാങ്കിൽ ഇക്കാര്യങ്ങൾ അറിയിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ബാങ്കിനെ കബളിപ്പിക്കാനോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. താൻ ബിരുദം നേടിയിട്ടുള്ള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ചില രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നപ്പോൾ അത് കൃത്യമായി തന്നെ ബാങ്കിൽ അറിയിച്ചു. തൻ്റെ പ്രമോഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ അത് റദ്ദ് ചെയ്യണമെന്ന് ബാങ്കിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അല്ലാതെ ഒരു രീതിയിലും ബാങ്കിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതാക്കളുടെ ഒരു വിശദീകരണമായി വന്നിട്ടുള്ളത്. പക്ഷേ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഗഫൂർ കോൽക്കളത്തിനെയും അതുപോലെ തന്നെ അബ്ദുൾ റഷീദിനെയും സ്ഥാനക്കയറ്റം ഇപ്പോൾ സഹകരണ വകുപ്പ് റദ്ദ് ചെയ്തിട്ട് മാത്രമല്ല ഈ പ്രമോഷൻ കാലയളവിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ശമ്പളം അത് തിരികെ പിടിക്കാനുള്ള ഒരു ഉത്തരവും ഇപ്പോൾ സഹകരണ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനായിട്ടുള്ള ഗഫൂർ കോൽക്കളത്തിൽ, അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അബ്ദുൾ റഷീദ് ലീഗിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ്. ഇരുവർക്കുമെതിരെയാണ് ഇപ്പോൾ നാട്ടുകൽ പോലീസ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് ശ്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഒരു കേസ് എടുത്തിരിക്കുന്നത്. സ്മൃതി, ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.